ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂരിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. തേങ്ങ പെറുക്കാൻ പോയ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനാണ് ഗുണ്ടിന്റെ ആകൃതിയിലുള്ള സ്ഫോടക വസ്തു കിട്ടിയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ. ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുന്നംകുളത്ത് വഴിയരികിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. വഴിയരികിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സ്ഫോടക വസ്തു ബോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു തെർമോകോൾ പെട്ടിക്കുള്ളിലായിരുന്നു സ്ഫോടക വസ്തുവാണെന്നറിയാതെ പ്രദേശവാസി ഇത് എടുത്തുകൊണ്ട് വീട്ടിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഇത് സ്ഫോടക വസ്തുവാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയാണ്. 15-ാം തീയതി കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാനിരിക്കെയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം കുന്നംകുളത്ത് 15-ന് നടക്കും. ഇതിനാൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തെ അതീവ ഗൗരവമായാണ് പോലീസ് ഉൾപ്പെടെ നോക്കിക്കാണുന്നത്. പാറമടയിൽ ഉൾപ്പെടെ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, തൃശൂർ. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ. അണുബാധയെ തുടർന്ന് യുവതി മരണമടയുകയും 2 യുവതികൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. പ്രസവത്തിന് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചന്ദ്രാപിന്നി അലുവത്തെരുവ് കുട്ടോട്ട് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തിക ബുധനാഴ്ചയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ യുവതി 4 ദിവസത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ ശരീരത്തിനകത്ത് ഗുരുതരമായ നിലയിൽ പഴുപ്പ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു. കൊടുങ്ങല്ലൂർ ആശുപത്രിയിലുണ്ടായ പിഴവാണ് കാർത്തികയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. 2 മാസം മുമ്പ് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സമാനമായ അവസ്ഥ ഉണ്ടായി. സിസേറിയന് വിധേയയായ ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചട്ടി വീട്ടിൽ പ്രേംകുമാറിൻ്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ് നിവാസിൽ ആദർശദാസിൻ്റെ ഭാര്യയുമായ മോനിഷയ്ക്ക് സിസേറിയനെ തുടർന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ 25-ാം തീയതി ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ ആരോപിക്കുന്നു. വേദന അസഹനീയമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നീട് വിധേയമാക്കി. താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ പിഴവും ഗുരുതരമായ വീഴ്ചയുമാണ് തൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്നും സിസേറിയനിടയിൽ പഞ്ഞി, സ്റ്റിച്ചിടുന്നതിന് ഉപയോഗിച്ച ത്രെഡ് എന്നിവ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നും സംശയിക്കുന്നതായി മോനിഷ തൻ്റെ പരാതിയിൽ ആരോപിക്കുന്നു. മറ്റൊരു സംഭവത്തിൽ സിസേറിയന് വിധേയയായ യുവതി അണുബാധയെ തുടർന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തി വരികയാണ്. എറിയാട് കുഞ്ഞുമാക്കാച്ചാൽ ഹാരിസിൻ്റെ ഭാര്യ സിൽനിയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. മാർച്ച് 15-ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ യുവതി അണുബാധയെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു. സമാനമായ രീതിയിൽ തുടർച്ചയായി പരാതികൾ ഉയർന്നിട്ടും ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചിരുന്ന പരാതി ശക്തമാണ്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെട്ട ആശുപത്രി വികസന സമിതി നോക്കുകുത്തിയായി മാറുമ്പോൾ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് നാണക്കേട് അലങ്കാരമാവുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് റംസാൻ വിഷു വിപണന മേളകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. വിപണന മേളകളെ സർക്കാർ യാതൊരു തരത്തിലുള്ള പ്രചാരണത്തിനും ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. ചന്തകളുടെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 250 ചന്തകൾ തുടങ്ങാനുള്ള നീക്കമാണ്
വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത്. ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചന്തകളെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ യാതൊരു പബ്ലിസിറ്റിയും നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾക്ക് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. റംസാൻ വിഷു ചന്തകളുടെ അനുമതിയാണ് നിഷേധിച്ചിരുന്നത്. റംസാൻ കഴിഞ്ഞെങ്കിലും റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിപണന മേളകൾ ആരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് സർക്കാരിന് ആശ്വാസമായി. പൊതുജനങ്ങളുടെ താൽപ്പര്യവും ചന്ത തുടങ്ങാൻ സാധനങ്ങൾ വാങ്ങിയെന്ന് സർക്കാർ അറിയിച്ചതും കണക്കിലെടുത്താണ് കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് റംസാൻ വിഷു ചന്തകൾ തുടങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജി രാവിലെ പരിഗണിച്ചപ്പോൾ സർക്കാരിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി വിമർശനം. ചന്ത തുടങ്ങാൻ തീരുമാനിച്ച സമയമാണ് അസ്വസ്ഥതപ്പെടുത്തുന്നതെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യത്തിൽ എങ്ങനെ കുറ്റം പറയാനാകുമെന്നും കോടതി ആരാഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. ചേന്നമംഗലത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. പത്രവിതരണക്കാരനായ സോമനാണ് മരിച്ചത്. പഴയ കെട്ടിട സമുച്ചയത്തിലേക്ക് മൊബൈൽ പൈലിംഗ് വാഹനം ഇടിച്ചു കയറിയാണ് അപകടം. വെളുപ്പിന് 3:30 മണിയോടെയായിരുന്നു സംഭവം. മൊബൈൽ പൈലിംഗ് വാഹനമിടിച്ച് മാതൃഭൂമി ഏജന്റ് മരിച്ചു. പറവൂർ ആലുവ റോഡിൽ ചേന്ദമംഗലം കവലയിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. മാതൃഭൂമി പെരുമ്പടന്ന ഏജന്റ് നന്ദിക്കുളങ്ങര കുറുപ്പുംതറ KV സോമനാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരികയായിരുന്ന പൈലിംഗ് വാഹനം കവലയിൽ ഇടതുവശത്തു നിന്നും കടന്നു വന്ന കാറിലിടിച്ചു. ശേഷം നിയന്ത്രണം വിട്ട പൈലിംഗ് വാഹനം കിഴക്കുഭാഗത്തു നിന്നും സൈക്കിളിൽ വരികയായിരുന്ന സോമനെ ഇടിച്ച ശേഷം വലത്തുവശത്തെ കെട്ടിടത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പഴക്കമേറെയുള്ള 2 നിലകളുള്ള കല്ലുങ്കൽ ബിൽഡിംഗ് തകർന്നു. ഗുരുതരമായ പരിക്കേറ്റ സോമൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാൻ ചേന്ദമംഗലം റോഡിലൂടെ കവലയിലെത്തിയ കാർ ഓടിച്ചിരുന്ന കൊടുങ്ങല്ലൂർ എടവിലങ്ങ് ചിറ്റേഴത്ത് മോഹൻകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയ മൊബൈൽ പൈലിംഗ് വാഹനത്തിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ വാഹനത്തിന്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല. അപകട സമയത്ത് മഴയുണ്ടായിരുന്നു. ഇടുങ്ങിയ ചേന്ദമംഗലം കവല സ്ഥിരം അപകട മേഖലയാണ്. ബുധനാഴ്ച പുലർച്ചെ 3-ന് ബസ്സും കാറും കൂട്ടിയിടിച്ച് ഇവിടെ വലിയ അപകടം ഉണ്ടായിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. മീഡിയ ടൈം, പറവൂർ. 36 മണിക്കൂർ മദ്യവിൽപ്പനശാലകളും കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും കലക്ടറുടെ ഉത്തരവ്. ഏപ്രിൽ 19 തൃശൂർ പൂരം പ്രമാണിച്ചാണ് ലഹരി നിരോധനം ലക്ഷ്യമിട്ട് ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തൃശൂർ താലൂക്ക് പരിധിയിലാണ് നിരോധനം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 2 മുതൽ 20 ഉച്ചയ്ക്ക് 2 വരെ 36 മണിക്കൂർ തൃശൂർ താലൂക്ക് പരിധിയിലുൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യം, മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. കൂടാതെ മദ്യനിരോധനം ഏർപ്പെടുന്നതിനാൽ വ്യാജമദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും ഇടയാക്കുമെന്ന സാധ്യത കണക്കിലെടുത്ത് ഇത് കർശനമായി തടയുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും പോലീസ്, എക്സൈസ് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. മീഡിയ ടൈം, തൃശൂർ. കൊച്ചി കലൂർ ലിങ്ക് റോഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിൽ 22-കാരിക്ക് സഹേ അന്തേവാസിയുടെ മർദ്ദനം. സംഭവത്തിൽ 7 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിയായ പരാതിക്കാരി പഠനത്തിനൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു സംഭവത്തിന് ഏതാനും ദിവസം മുൻപ് യുവതി ഹോസ്റ്റലിൽ എത്തിയതിന് പിന്നാലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് പുറത്ത് ചില യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു. ഈ അടിപിടി പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പേരിലായിരുന്നു എന്ന് പ്രതികൾ ആരോപിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെ 7 പേർ ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. പ്രതികൾ പരാതിക്കാരിയെ അടിക്കുകയും ചവിട്ടുകയും ആയുധം ഉപയോഗിച്ച്
മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴി. 341, 323, 324, 34 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വയനാട് സ്വദേശിയാണ് പരാതിക്കാരിയായ പെൺകുട്ടി. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. ഏപ്രിൽ 12 വരെ കേരളത്തിൽ സാധാരണ നിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇവിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ഏപ്രിൽ 12 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകി. എന്നാൽ അടുത്ത 3 ദിവസം വേനൽ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. മീഡിയ ടീം, തൃശൂർ. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചു. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് ആക്രമണം ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിലിറങ്ങിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ വീണ്ടും ആംബുലൻസ് തടഞ്ഞു. ഒരു പിടിയാനയും കുട്ടിയാനയുമാണ് ആംബുലൻസ് തടഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചാണ് 2 ആനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത്. ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിന്റെ എൻജിൻ ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ ആനയും കുട്ടികളും കാടുകയറി. രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചു വരികയായിരുന്ന ആംബുലൻസിന് നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിലിറങ്ങിയത്. മീഡിയ ടൈം, ചാലക്കുടി. തൃപ്പൂണിത്തുറ നിയമസഭാ കേസിൽ കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ മുരളീധരന്റെ പ്രതികരണം. ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ സ്വരാജിന് ജനങ്ങളുടെ ഭാഗത്തും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ ബൈ ഇലക്ഷൻ നടക്കുമെന്നും അപ്പോൾ വീണ്ടും സ്വരാജിനെ നിർത്താമെന്നുള്ള CPMന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും മുരളീധരൻ പറഞ്ഞു. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വിധിയായിരുന്നു. കാരണം ശബരിമല വിവാദം കത്തിയുന്ന കാലത്ത് വിശ്വാസികളെ പൂർണ്ണമായിട്ട് അപമാനിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ചെയ്ത തെറ്റായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ഒരു വികാരം മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അത് ബാബുവിൻ്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് ഇലക്ഷൻ റദ്ദാക്കാം എന്നുള്ള ധാരണയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത് അതുകൊണ്ടാണ് സ്വരാജിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. ഈ ഇലക്ഷൻ റദ്ദാക്കുമെന്നും ബൈ ഇലക്ഷനിൽ നിർത്താമെന്നുള്ള ചില വ്യാമോഹങ്ങളായിരുന്നു. ഏതായാലും മൊത്തം ശബരിമല അയ്യപ്പനെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയ സ്വരാജിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായി. കോടതി വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യാം. ഇനി നാട്ടിൽ നടന്നത്. പുതുക്കാട് പാഴായി പാലക്കടവ് പാലത്തിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിഞ്ചേരി പീടികമുറി അകത്തേപ്പറമ്പിൽ അശോകന്റെയും അംബികയുടെയും മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:30 അപകടം. ഒളരിയിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്ന വിഷ്ണു സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവിരയിലിടിച്ച ശേഷം എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ വിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം സ്വദേശി കണ്ണോത്ത് പവിത്രനാണ് മരിച്ചത്. വഴിയമ്പലം ഐരൂർ റോഡിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇയാളെ അവശനിലയിൽ കണ്ടത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു.
അതേസമയം ഇദ്ദേഹത്തെ ഇന്ന് രാവിലെ മുതൽ റോഡരികിൽ കിടക്കുന്നത് കണ്ടിരുന്നതായി പരിസരവാസികൾ പറയുന്നു. മദ്യപിച്ച് കിടക്കുന്നതായിരിക്കുമെന്നാണ് കരുതിയതെന്നും നാട്ടുകാർ പറഞ്ഞു. മേലൂർ പുഷ്പഗിരിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം പൂലാനി വഴിയിൽ. വടക്കുംതല ദേവസ്യക്കുട്ടിയും ഭാര്യ ആനയും കൂടി നടത്തുന്ന കടയിലെ സാധനങ്ങളാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. കടയുടെ മുൻവശത്തുണ്ടായിരുന്ന പച്ചക്കറിത്തട്ട്, മേശ മറ്റുമാണ് റോഡിന് മറുവശത്ത് കൊണ്ടുപോയി സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പുലർച്ചെ 1 മണിയോടെ ഇതുവഴി പെട്രോളിംഗ് നടത്തിയ കൊരട്ടി പോലീസാണ് തീ അണച്ചതെന്ന് പറയപ്പെടുന്നു. രോഗിയായ മാതാവിനും പ്രായമായ പിതാവിനും വേണ്ടി മകൻ നികേഷ് 4 വർഷം മുൻപ് ഇട്ടുകൊടുത്ത കടയാണ്. സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ നികേഷ് കൊരട്ടി പോലീസിൽ പരാതി നൽകി. ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തെ കാണാൻ അർഹതയില്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ കാണാനും വഴി നടക്കാനുമായി ഒരുപാട് സമരങ്ങൾ നടന്നതെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. പറവൂരിൽ കാതികൻ കെടാമംഗലം സദാനന്ദൻ അനുസ്മരണവും കലാകാരന്മാരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ ഡിവിൻ കെ ദിനകരൻ അധ്യക്ഷനായി. കലാകാരന്മാരായ വിനോദ് കെടാമംഗലം, പറവൂർ വാസന്തി, കൈതാരം വിനോദ് കുമാർ, അരുൺ കുമാർ, കെടാമംഗലം ഫൗണ്ടേഷൻ സെക്രട്ടറി KK സതീശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, MR ശോഭനൻ, AK സുധി എന്നിവർ സന്നിഹിതരായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF അന്നമനട വെസ്റ്റ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. TK ഗോപി അധ്യക്ഷത വഹിച്ചു. ഇന്ദിര ദിവാകരൻ, ശ്യാമള അയ്യപ്പൻ, ബേബി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെണ്ണൂരിൽ സമാപിച്ചു. കുഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളിന് കൊടിയേറി. ഹുസൂർ രൂപത വികാരി ഫാദർ ജിജോ തുണ്ടത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റ കർമ്മത്തിനും അനുബന്ധ ചടങ്ങുകൾക്കും നിരവധി വിശ്വാസികൾ സന്നിഹിതരായിരുന്നു. അഷ്ടമിച്ചിറ ശ്രീ പേരൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ഗുരുതിപ്പാലയിൽ നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള കാഴ്ച ശിവേലിക്ക് പഴുവിൽ രഘുമാരാരും സംഘവും വാദ്യമൊരുക്കി. രാത്രിയോടെ കാർത്തിക വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂരിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. തേങ്ങ പെറുക്കാൻ പോയ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനാണ് ഗുണ്ടിന്റെ ആകൃതിയിലുള്ള സ്ഫോടക വസ്തു കിട്ടിയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ. ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.